കോട്ടയം ജില്ലയിലെ ഇല്ലിക്കലിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മലരിക്കൽ ഗ്രാമം. 900ഓളം ഏക്കർ വിസ്തൃതിയിൽ നീണ്ടു പരന്നു കിടക്കുന്ന പാടശേഖരമാണ് ഈ മലരിക്കൽ പ്രദേശം. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഈ പാടശേഖരം നിറയെ ആമ്പലുകൾ പൂത്ത് വിടർന്നു നിൽക്കുന്നത് കാണാൻ എന്ത് മനോഹരമാണ്. ഈ മനോഹരമായ കാഴ്ച കാണുവാൻ നിരവധി ആളുകളാണ് ഈ മലരിക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 10 ഇവിടെ കൃഷി ഇറക്കുന്നതിൻ്റെ ഭാഗമായി ഈ കളകളായിട്ടുള്ള ആമ്പലുകളെല്ലാം നശിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആമ്പൽ വസന്തം കാണുവാനായിട്ട് നിങ്ങളെല്ലാവരും മലരിക്കലേക്ക് എത്തിച്ചേരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനും ഫാമിലിയും മലരിക്കലെ സന്ദർശിക്കുകയും ഇവിടുത്തെ ആമ്പൽ വസന്തം നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. ഈ വർഷവും പതിവ് പോലെ ഞാനും എൻ്റെ പ്രിയതമയും കൂടി വളരെ നേരത്തെ തന്നെ രാവിലെ 7 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേർന്ന് ബൈജു എന്നുള്ള ഒരു വള്ളം ഉടമസ്ഥനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വള്ളത്തിലാണ് ഈ ആമ്പൽ കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആമ്പലുകൾ പറിച്ച് നമുക്ക് തരുന്നുണ്ട്. കൂടാതെ ബൈജു ചേട്ടൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവിധ പോസുകളിലുള്ള ഫോട്ടോസെല്ലാം അവിടെ ആ പാടശേഖരത്തിൽ വെച്ച് എടുത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിരാവിലെ ആണെങ്കിൽ പോലും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ സ്ഥലം സന്ദർശിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തൊട്ട് തലേ ദിവസം ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും കൂടി ഞങ്ങൾ ഈ പാടശേഖരത്തിൽ വരികയുണ്ടായി വൈകുന്നേര സമയത്ത്. പക്ഷേ അന്നേരം ആമ്പലുകളെല്ലാം കൂമ്പി നിൽക്കുന്നൊരു സന്ദർഭമായിരുന്നു. രാത്രി ഒരു 7-8 മണി വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ നമുക്കത് വിടർന്ന ആമ്പലുകൾ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം വെളുപ്പിന് തന്നെ ഞാനും വൈഫും കൂടി ഇവിടെ എത്തിച്ചേർന്നതും ഈ ആമ്പലുകളെല്ലാം നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത്. ലോകം മുഴുവനും അറിയുന്ന ഒരു പ്രാദേശിക ടൂറിസം കേന്ദ്രമായി മലരിക്കൽ എന്ന ഗ്രാമം ഇന്ന് മാറിയിട്ടുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. ഇതിൻ്റെ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്യുന്നതിനാൽ ധാരാളം ആളുകളാണ് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടം സന്ദർശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും നിറയെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നന്നായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളം വള്ളക്കാരെ നമ്മളെ പൂക്കൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. എൻജിൻ ഘടിപ്പിച്ചതും അല്ലാത്തതുമായിട്ടുള്ള ധാരാളം വള്ളങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഒരാൾക്ക് 100 രൂപ ആണ് ഇവിടുത്തെ ഫീസായിട്ട് അവർ ഈടാക്കുന്നത്. ഇവിടെ ഒരു ടൂറിസം സൊസൈറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മലരിക്കൽ ആമ്പൽ വസന്തം ലോകത്ത് മറ്റെവിടെയുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രയാസങ്ങൾക്കിടയിലും തിരക്കുകൾക്കിടയിലും കുറച്ച് നേരം നമ്മുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുവാനായിട്ട് നമ്മൾ ഈ മലരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിറയെ പൂത്തലഞ്ഞു നിൽക്കുന്ന ഈ ആമ്പൽ കാഴ്ച നമുക്ക് വളരെയധികം സമാധാനവും സന്തോഷവും നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആമ്പൽ വസന്തം കാണുവാനായിട്ട് നിങ്ങളേവരെയും മലരിക്കലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മീനച്ചിലാറും കൊടൂരാറും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് മലരിക്കൽ ഗ്രാമം. നീലാകാശവും അതിന് താഴെ അതിഗംഭീരമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ആമ്പൽ വസന്തവും കാണുവാൻ നിരവധി ആളുകളാണ് ഇവിടം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്.